May I come in? എന്തത്? പിടിച്ചേ, മാതളത്തിന്റെ ജ്യൂസാ. രക്തോട്ടത്തിന് ബെസ്റ്റാ. ഇങ്ങനെ ആയിരിക്കുമ്പോ കഴിക്കുന്നത് നല്ലതാ. കുടിച്ചോ. പ്രഗ്നന്റ് അല്ലാത്തപ്പോ കഴിക്കുന്നത് നല്ലതാ. അപ്പോഴൊന്നും എനിക്ക് രക്തയോട്ടത്തിന്റെ ആവശ്യമില്ലേ? അങ്ങനെയല്ല, ഇപ്പൊ കൂടുതൽ ആവശ്യമുണ്ടല്ലോ. ഈ കരുതലൊക്കെ കുഞ്ഞിന് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പറയല്ലേ. നീയാണ് എനിക്ക് മെയിൻ. ഞാനല്ലെങ്കിൽ നല്ല കെയറിങ് അല്ലേ. പിന്നെ ഗൗരി അമ്മ വിളിച്ചപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും പരിഗണന കുഞ്ഞിനല്ലേ? ചെറുതായിട്ട്. ദേ, നീ മുഖം വീർപ്പിക്കൊന്നും വേണ്ട. കുഞ്ഞിങ്ങോട്ട് വന്നോട്ടെ. പിന്നെ നീ എന്നെ തിരിഞ്ഞു പോലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്റെ ഭർത്താവ് തന്നെയാ വലുത്. ആണോ? അതെ, നിന്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഞാനായിരിക്കും എപ്പോഴും അമ്മയ്ക്ക് വലുതെന്ന്. അതെ, കുഞ്ഞിന് കേൾക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ആണല്ലേ? സാരമില്ല, പ്രായം ഒന്നും കൂടെ പറയാം. ഈ അച്ഛനും അമ്മയൊക്കെ ആവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിയുമല്ലേ? എങ്ങനെ? പറയാം. അതെ, നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു ജീവനാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് എത്ര വലിയ ഉത്തരവാദിത്വമാണ്. ഗിരിയേട്ടൻ അതിനെക്കുറിച്ച് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ ഒരു നിമിഷം പോലും പതറാതെ ഈ കുടുംബത്തിന്റെ ഭാരമെല്ലാം ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തതല്ലേ? ഇത്രയും കാലവും ഒരു കുറവുമില്ലാതെ ഗിരിയേട്ടൻ ഈ വീട്ടിലെ എല്ലാവരെയും നോക്കിയില്ലേ? അങ്ങനെ ഒരാൾക്ക് ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണോ ബുദ്ധിമുട്ട്? പിന്നെ അന്നത്തെ പോലെ അല്ല ഇപ്പോ. എല്ലാത്തിനും കൂടെ ഞാനില്ലേ? അതാണ് എന്റെ സമാധാനം. എന്നാലും ഇനി പഴയതുപോലെ അടിയും പിടിയും വഴക്കുമായിട്ട് നടന്നാലൊന്നും ശരിയാവില്ല. അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ ഞാനും ഈ കുടുംബവും എന്തുമാത്രം അനുഭവിച്ചുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ കുഞ്ഞിന് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒറ്റയടിക്ക് എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഗിരിയേട്ടന് കഴിയോ? അതിനെന്താ? ഗിരിയേട്ടൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അവനവന് വേണ്ടിയല്ലല്ലോ, ആ ഗോപാൽജിക്ക് വേണ്ടിയല്ലേ? അയാളും അയാളുടെ കുടുംബവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ എപ്പോഴും ചെന്ന് ചാടും. അപ്പൊ അവരെ രക്ഷിക്കാൻ ഗിരിയേട്ടന് അടിപിടി ഉണ്ടാക്കേണ്ടി വരില്ലേ? അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഗോപാൽജിക്ക് വേണ്ടി ജോലി ചെയ്യണ്ടെന്ന് തീരുമാനിച്ച പോരെ? കുട്ടിക്കാലം മുതൽ ഞാൻ ഗോപാൽജിയുടെ കൂടെ ജോലിക്ക് പോയത് ഈ കുടുംബത്തിന് വേണ്ടിയാ. ഇന്നെന്റെ കുടുംബത്തിന് വേണ്ടി ആ ജോലി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് ചെയ്യും. ഗിരിയേട്ടൻ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഗോപാൽജിക്കാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഗിരിയേട്ടൻ തരുന്ന സ്ഥാനം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ കുടുംബത്തിന് ദോഷമുള്ളത് ഒന്നും ഞാൻ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നും അങ്ങനെ പലതവണ സംഭവിച്ചതുകൊണ്ട് അവരുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചത്. അതേ നിലപാട് തന്നെയാ ഗോപാൽജിയുടെ കാര്യത്തിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. പക്ഷെ അച്ഛൻ പഠിപ്പിച്ചതുപോലെ അന്നം തന്നവരോട് നന്ദികേടും കാണിക്കില്ല.